ഷാലോസ് മിസ്റ്റർ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇത് പെട്ടെന്നൊരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. കാരണം കുറച്ച് അഡീനിയം പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന 150യുടെ അഡീനിയം പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുള്ള സമയമാണല്ലോ, അഡീനിയം പ്ലാന്റ്സിലൊക്കെ നിറച്ചും ഫ്ലവറൊക്കെ വരുന്നത് സമയമാണല്ലോ. അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഒത്തിരി പേർക്ക് 150യുടെ പ്ലാന്റ് വേണമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 150യുടെ ഒത്തിരി എൻക്വയറിയാണ്. പക്ഷെ അതിന് നമ്മൾ ആർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് കൊടുക്കുന്നില്ല, കാരണം അധികം പ്ലാൻസ് വന്നിട്ടില്ല. അപ്പം അത്രയ്ക്കധികം എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയിൽ ആർക്ക് ആരെയൊക്കെ മെസ്സേജ് ചെയ്യണോ അവർക്ക് കിട്ടും കേട്ടോ. വെച്ചാൽ പേഴ്സണൽ മെസ്സേജ് കൊടുക്കുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ, കാരണം ഓരോരുത്തർക്കും ഓരോ ഫോട്ടോകൾ കൊടുത്ത് പിന്നെ അത് ഓർഡർ വരാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിന് കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതിന് നമ്മൾ കറക്റ്റായിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട്, എല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാവും. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാറ്റലോഗിൽ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റോക്ക് ഔട്ട് ആയെന്ന് തന്നെയാണ്. അപ്പോൾ പിന്നീട് അത് മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ നിൽക്കണ്ടല്ലോ. കോൾ ചെയ്തു മെസ്സേജ് ചെയ്തെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറയുവാണ്. പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക. എല്ലാത്തിൻ്റെ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. 150യുടെ പ്ലാന്റും ഉണ്ട്, 350യുടെ പ്ലാന്റും ഉണ്ട്. രണ്ടിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. ഒന്നിനും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പോട്ട് മാറ്റിയിട്ട് നല്ലവണ്ണം അടിഭാഗമൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും വരിക. എല്ലാ പ്ലാന്റ്സും കൊക്കോപ്പീറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് കാണിക്കുന്നത് 350യുടെ പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാത്തിലും മൊട്ടുകളോ അല്ലെങ്കിൽ പൂക്കളോ ആയിട്ടായിരിക്കും. പൂക്കൾ വിരിഞ്ഞ് അങ്ങനെ വരുന്നില്ല. കറക്റ്റ് നിങ്ങൾക്ക് ചെടി കണ്ടിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. എനിക്ക് കറക്റ്റ് കളറുകൾ പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇത് നമ്പർ 1 ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വൈസ് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. കാർട്ട് ആഡ് ചെയ്ത് സെൻഡ് ചെയ്താൽ മതി. ഇനി കാർട്ട് ആഡ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ നമ്പർ പറഞ്ഞാൽ മതി കേട്ടോ. കാറ്റലോഗിൽ നോക്കുക. കാറ്റലോഗിൽ അത് സെയിലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൽ കാണത്തില്ല കേട്ടോ. ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഒരു വയലറ്റ് ഷെയ്ഡ് ചേർന്നിട്ട് വരുന്ന ഒരു പിങ്കും വയലറ്റും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു കളറായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുക കേട്ടോ. ഇങ്ങനെ കണ്ടോ, കറക്റ്റായിട്ട് അങ്ങനെയാണ് തോന്നുക. മുട്ടുകളും പൂക്കൾ വിരിഞ്ഞ് വരുമ്പോഴും ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. കുറച്ച് മാത്രമേ നമുക്ക് പ്ലാന്റ്സ് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ നമ്പർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് സെയിൽ ചെയ്യാൻ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്പർ 1 വരുന്നത് കേട്ടോ. നമ്പർ 2 വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരിക. ഏതാ കളർന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു ക്രീം ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ വന്നതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ. പ്ലാന്റുകൾ വരുന്നതിൻ്റെ ആ ചൂടത്തൊക്കെ വരുന്നതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും പ്ലാന്റുകൾക്ക് എന്തായാലും. നിങ്ങളുടെ കയ്യിൽ വന്നിട്ടാണെങ്കിലും ചിലപ്പോൾ ഇലകൾ കൊഴിയാനും പൂക്കൾ കൊഴിയാനും അല്ല ഫുള്ള് കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതൊന്നും അടീനത്തിൽ കേസിൽ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊരു ചെറിയൊരു ക്രീം ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല. ഈ പരുവത്തിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ കേട്ടോ. നമ്പർ 2 ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത്. നമ്പർ 3 വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ വയലറ്റ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു സൈഡ് ഇങ്ങനെ ചുരുണ്ടിട്ട് പോലെ തോന്നും. അപ്പം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. നമ്പർ 3 ആണിത് വരുന്നത്. എനിക്ക് മുട്ടുകൾ കണ്ടിട്ട് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും മനസ്സിലാവണില്ല. ചിലതിൻ്റെയൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാവണില്ല കേട്ടോ. ഇപ്പം ഈ പരുവത്തിലാണ് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം കേട്ടോ. ഇത് നമ്പർ 4 ആണ്. മുട്ട് കരിഞ്ഞിരിക്കുന്ന കാരണം മനസ്സിലാവണില്ല. അഡീനിയം പ്ലാന്റ്സ് വരുമ്പോൾ നമുക്കൊരു ഇതൊരു വയലറ്റ് ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. കണ്ടോ, എന്താ കളറൊന്നും മനസ്സിലാവണില്ല. ഇതാണ് അതിൻ്റെ മുട്ട് വരിക കേട്ടോ. ഇതൊന്ന് വിരിച്ചു നോക്കട്ടെ. ഒരു ഇങ്ങനെയാണ് വരുന്നത്. ഒരു വയലറ്റ് ചേർന്നിട്ടുള്ള ഒരു കളറായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ നമ്പർ 4 ആണ് കേട്ടോ. നമ്പർ 5 ഇതാണ്. ഇങ്ങനെയാണ് ഇത് കാണുക. മുട്ടുകൾ ഈ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ. ഒരു ചെറിയൊരു പിങ്കും ചേർന്നിട്ടുള്ളൊരു കളർ. ഇതിൻ്റെ കോഡക്സ് ഒക്കെ നല്ല ഭംഗിയിൽ വരുന്ന പ്ലാന്റാണ്. നമ്പർ 5. നമ്പർ 6 ഇതാണ്. ഒരു പിങ്ക് കലർന്നിട്ട് ഇത് കണ്ടോ. ഇതാണ് മുട്ട് വരുന്നത്. ഇങ്ങനെ നമ്പർ 6 കേട്ടോ. നല്ല കോഡക്സ്. നമ്പർ 7 വരുന്നത് ഇതാണ്. പ്ലാന്റ് ഇതാണ് വരുന്നത്. നമ്പർ 7 ഇങ്ങനെയാണ് മുട്ട് വരുന്നത് കേട്ടോ. ഒരു ക്രീമും ഒരു ലൈറ്റ് യെല്ലോയും നടുക്കൊരു മജന്തയും കൂടെ ചേർന്നിട്ട് വരുന്നത്. നമ്പർ 8 ഇതാണ്. അതും
അത് നേരത്തെ കാണിച്ചതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു കളറാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോയും ഇതാ ചെറിയ ചെറിയ ഡിഫറൻസുകൾ വരും കേട്ടോ. ഞാൻ തുറന്ന് കാണിക്കുമ്പോഴും അതിലല്ലാതെ ഡിഫറൻസുകൾ വരും, വിരിഞ്ഞു വരുമേ. നമ്പർ 8 കേട്ടോ. ഇതാ നല്ല വലിയ അടിപൊളി പ്ലാന്റാണ്. ഇനി നമ്പർ 9 വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു ക്രീം കളറ് വരുന്നിട്ട് ആണ്. ഇത് സിംഗിൾ പെറ്റലായിട്ട് എനിക്ക് തോന്നണില്ല, കാരണം അതിൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് കരിഞ്ഞിരിക്കുക. ഈ വരുമ്പോൾ ചെറിയ ചെറിയ ചൂടടിക്കുമ്പോഴത്തേക്ക് ഇലകൾക്കും പൂക്കൾക്കൊക്കെ ഒരു പ്രശ്നം വരുമല്ലോ. ഇതാണ് വരുന്നത് കേട്ടോ, മുട്ട് വരുന്നത്. ഇത് ഇങ്ങനെ ഒരു ഇതാണ്. ഉള്ളിലുള്ളത് കരിഞ്ഞു പോയിക്കണോണ്ട് സിംഗിൾ പെറ്റൽ അല്ല എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്പർ 9. നമ്പർ 10 ആണ് ഇനി കാണിക്കുന്നത്. ഇത് മുട്ടിൻ്റെ തുമ്പ് കരിഞ്ഞിരിക്കുക. അത് കാരണം കറക്റ്റ് കളർ അറിയാൻ പറ്റണില്ല. ഇത് ഈ ഒരു പിങ്ക് കലർന്നിട്ടുള്ള ഒരു കളർ തന്നെയാണ് അത് വരുന്നത്. എന്തായാലും ഡിഫറൻസുകൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടോ. ബോൺസായി ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല ചോയ്സാണ്. നല്ല അടിപൊളി പ്ലാന്റുകളാണ്. നമ്പർ 11 വരുന്നത് ഇതാണ്. നമ്പർ 11 ഇച്ചിരിയോടെയും കൂടി മജന്ത ചേർന്നിട്ട് വരുന്ന മുട്ട വരുന്നത് കേട്ടോ. നമ്പർ 12 ഇതൊരു ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒട്ടിന് ഇങ്ങനെ ഒരു മജന്തയും പിങ്കും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ലാവൻഡറും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? 12 കേട്ടോ. 13 വരുന്നത് ഇതാണ്. അടിപൊളി പ്ലാന്റ്, നല്ല ബോൺസായി ആക്കാൻ പറ്റിയ പ്ലാന്റ്. നമ്പർ 13 ഇങ്ങനെ കുള്ളൻ. അധികം പൊക്കമില്ല, പക്ഷെ നല്ല കുള്ളനായിട്ടിരിക്കുന്നു. നമ്പർ 14 ഇതാണ്. അത് നല്ല കോഡക്സ് ഒക്കെ നന്നായിട്ട് ഫോം ചെയ്താണ് പ്ലാന്റ്. ഇതാണ് വരുന്നത് കേട്ടോ. നമ്പർ 15 വരുന്നത് ഇതാണ് പ്ലാന്റ് വരുന്നത്. അതിൻ്റെ കണ്ടോ നമ്പർ 15. നമ്പർ 16 വരുന്നത് ഇതാണ്. അതും ഒരു വൈറ്റ് യെല്ലോ ചേർന്നിട്ടുള്ളൊരു വൈറ്റ് ആയിട്ടാണ് തോന്നണേ. 16. നമ്പർ 17 വരുന്നത് ഇതാണ്. ഒരു വയലറ്റ് ഷെയ്ഡായിട്ടാണ് കണ്ടിട്ട് തോന്നണേ, ഇലയൊക്കെ കണ്ടിട്ട്. ഒരു ഡാർക്ക് കളർ. നമ്പർ 17. നമ്പർ 18 വരുന്നത് ഇതാണ്. അത് ഒരു കുള്ളനാണ്. എന്തായാലും ഇതാണ് കളർ വരുന്നത് കേട്ടോ. ഇങ്ങനെ നമ്പർ 18. നമ്പർ 19 വരുന്നത് സിംഗിൾ പെറ്റലാണ് കേട്ടോ. സിംഗിൾ പെറ്റല അല്ലല്ല, സിംഗിൾ പെറ്റല. ഇത് സിംഗിൾ പെറ്റലായിട്ടാണ് തോന്നുന്നത്. അതെ, സിംഗിൾ പെറ്റലാണ്. പക്ഷേ അടിപൊളി കളറാണ്. 4 കളറ് ചേർന്നിട്ട് വരുന്ന ഒരു പിങ്കും ഒരു ലാവൻഡറും ക്രീമും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ഇങ്ങനെ സിംഗിൾ പെറ്റലാണെങ്കിൽ ഇതിനൊക്കെ കൂടുതൽ പൂക്കളുണ്ടാവും കേട്ടോ. എപ്പോഴും പൂക്കളുണ്ടാവും. നല്ല പ്ലാന്റാണ്. അതെ, സിംഗിളാണ് വരുന്നത്. പക്ഷെ അടിപൊളി പ്ലാന്റാണ്, അടിപൊളി കളറാണ്. നമ്പർ 20 വരുന്നത് ഇതാണ്. പൂക്കൾ കരിഞ്ഞിരിക്കുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് കളർ മനസ്സിലാവണില്ല. ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് ചേർന്നിട്ട് വരുന്നതാണ് കേട്ടോ. ഒരു പിങ്ക് ഡാർക്ക് മജന്തയും കൂടെ ചേർന്ന് വരുന്ന കളറാണ്. അപ്പം ഞാൻ എല്ലാത്തിലും പൂക്കൾ ഒത്തിരി എണ്ണത്തിലുണ്ടായിരുന്നു. പക്ഷെ പൂക്കൾ ഈ വരുന്നതിൻ്റെ ഒരു ചൂട്, ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ഷീണം എന്തായാലും കാണിക്കുമല്ലോ. അതുകൊണ്ടാണ് പൂക്കളൊക്കെ കരിഞ്ഞിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ പ്ലാന്റുകൾ വരുമ്പോഴത്തേക്കും എല്ലാ ഇലയും ചിലപ്പോൾ കൊഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞ് പാക്കറ്റിൽ കിടക്കുന്നുണ്ടാവും. അതിലൊന്നും ഒരു പ്രശ്നം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്തെങ്കിലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴത്തേക്കും അടീനിയത്തിൻ്റെ അറിയാലോ, ഇലകളൊക്കെ കൊഴിയും. ഒരു പ്രശ്നവും ഇല്ല, വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത്രയും വലിയ കോളക്സുകളൊക്കെ ആയതുകൊണ്ട് ഒരു ക്ഷീണവും ചെടികൾക്ക് വരില്ല. നിങ്ങൾക്ക് നട്ട് ഉടനെ തന്നെ പൂക്കളൊക്കെ ഇലകളൊക്കെ വന്നോളൂ കേട്ടോ. അടീനിയത്തിൻ്റെ കേസിൽ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെത്. അപ്പോൾ ചെടികൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കാറ്റലോഗിൽ നോക്കിയിട്ട് കാർട്ട് ആഡ് ചെയ്ത് സെൻഡ് ചെയ്തോ, അല്ലെങ്കിൽ നമ്പർ പറഞ്ഞാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നിൽക്കരുതേ. കാരണം സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുമ്പോൾ ഇത്രയും പ്ലാന്റുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നമ്പർ പറഞ്ഞാൽ മതി. ഞാൻ അതുകൊണ്ടാണ് നമ്പർ പറഞ്ഞു പോണേ. നമുക്ക് ചെറിയ പ്ലാന്റുകൾ കാണിക്കാം കേട്ടോ. ചെറിയ പ്ലാന്റ് ഏകദേശം ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. 150യുടെ പ്ലാന്റാണ് ചെറിയ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ സൈസ് വരുന്നത്. ചിലർ പറയാറുണ്ട് വീഡിയോയിൽ കാണിക്കുമ്പോൾ വലിയ സൈസായിട്ട് തോന്നിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കറക്റ്റ് കൈ വെച്ചിട്ട് പോട്ടിൻ്റെ മുകളിൽ നിന്നാണ് കൈ വെക്കുന്നത്. ഏകദേശം ഈ ഒരു സൈസേ ഉള്ളൂ പ്ലാന്റുകൾക്ക്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ വലിയ സൈസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി ശ്രദ്ധിച്ചോളൂ. ഇത്രയൊക്കെ കേട്ടോ. പോട്ട് ഇങ്ങനെയാണ് വരുന്നത്. പോട്ട് ഇത്രയുള്ള പോട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പ്ലാന്റ്. ഇങ്ങനെ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്.
150യുടെ പ്ലാന്റ്, ഇത് 350യുടെ പ്ലാന്റ്. പ്ലാന്റിൻ്റെ റേറ്റുകൾ വ്യത്യാസം വരുന്നത്, ഇത് ചെറിയ അധികം പ്രായമില്ലാത്ത പ്ലാന്റാണ്. ഇത് പ്രായം ഒരു 3.5 വർഷമൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. രണ്ടും കൊക്കോപീറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം നന്നായിട്ട് നോക്കിയിട്ട് മാത്രം ചെടികൾ ഓർഡർ ചെയ്യുക. എല്ലാവർക്കും വലിയ പ്ലാന്റുകളൊന്നും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അതാ ഇത് കണ്ടോ, എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നതൊക്കെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണേ. ഇങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് വരുന്നത്. ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഒന്നും കാണാൻ പറ്റാത്തോണം നമുക്ക് അത്രയും ഇതായിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെയാണ് ഗ്രാഫ്റ്റിംഗ് വന്നേനെ. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തോണം ഒക്കെ പ്രായം അയക്കണ പ്ലാന്റുകളാണ് നമ്മൾ 350ക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒന്നാമത്തെ പ്ലാന്റ് ഇതാ ഇത്. എനിക്ക് കറക്റ്റ് കളറ് അറിയാൻ പറ്റുന്നില്ല, സിംഗിൾ പെറ്റലാണോ ഡബിൾ പെറ്റലാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ചിലതിൻ്റെയൊക്കെ മുട്ടുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കളർ അറിയില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കാർട്ട് ആഡ് ചെയ്തിട്ട് വേഗം വേഗം സെൻഡ് ചെയ്തോളൂ കേട്ടോ. നമ്പർ 1 ഇത് സ്മോൾ സൈസിൽ നമ്പർ 1 കേട്ടോ. S1 എന്നും പറഞ്ഞിട്ടായിരിക്കും കൊടുത്തേക്കണം കേട്ടോ, സ്മോൾ 1. മറ്റേതിന് നമ്പറുകൾ മാത്രമായിരിക്കും കൊടുക്കണേ. ഇത് സ്മോൾ S1 എന്നും പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ കൊടുക്കണേ. ബാക്കി ഇനിയിപ്പോൾ ചെറുതിൽ വന്നതൊക്കെ S തുടങ്ങുന്ന നമ്പറിലായിരിക്കും കേട്ടോ കാണുക. ഇത് 2 വരുന്നേ. ഞാൻ പറഞ്ഞു പോണില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ S1 അങ്ങനെ നോക്കിയാൽ മതി. 2 വരുന്നത് ഇതാണ് വരുന്നത്. വേഗം കാണിച്ചു പോവുകയാണെ. 3 വരുന്നത് ഇതാണ് പ്ലാന്റ് വരുന്നത്. ഇതാണ് ഒരു ഇങ്ങനെയാണ് കേട്ടോ മുട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ്. ഞാൻ ഒന്നും തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ചെടികൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അങ്ങനെ തന്നെ വേഗം ഓർഡർ ചെയ്തോളൂ. നമ്പർ 4 വരുന്നത് ഇതാണ്. ഒരു എന്താ പറയുക, ഒരു യെല്ലോ ചേർന്നിട്ടുള്ളൊരു പൂവാണ് വരുന്നത്, നമ്പർ 4. പിന്നെ ചിലതിലൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ അടിയിൽ നിന്ന്, ഞാനിപ്പോൾ നോക്കിയിട്ട് അത് കാണുന്നില്ല, ഗ്രാഫ്റ്റിങ്ങിൻ്റെ അടിയിൽ നിന്ന് ഒരു ഇങ്ങനെ ഇത് വരുന്നുണ്ട്. ഇതിങ്ങനെ ഇതേപോലെ ഇത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ അടിയിലാണെങ്കിൽ അത് കളയണം കേട്ടോ. ഞാനിപ്പോൾ കളയുന്നില്ല, ഒന്നിൻ്റെയും കളയുന്നില്ല. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഗ്രാഫ്റ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ അടിയിൽ നിന്ന് മുളകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ഫംഗിസൈഡ് എന്തെങ്കിലും കൊടുക്കണേ. നമ്പർ 5 കേട്ടോ ഇത്. നമ്പർ 5. നമ്പർ 6 ഇതാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ മുളകൾ വന്നിട്ട് ഞാനിത് കളയുന്നില്ല കേട്ടോ. ഗ്രാഫ്റ്റിംഗ് ഇവിടെയാണ് വരുന്നത്. അല്ലെങ്കിൽ അതുമ്മേ ആയിരിക്കും കേട്ടോ ആദ്യം തന്നെ പൂണ്ടാവുന്നത്. ഇത് ഗ്രാഫ്റ്റിംഗ് വരുന്നു. ഗ്രാഫ്റ്റിങ്ങിൻ്റെ അടിയിൽ വരുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ റോസുകളുടെ ഒക്കെ ബഡ് ചെയ്യുന്ന ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അതുപോലെ തന്നെ കേട്ടോ. അപ്പം അത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മുളകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞോളണം കേട്ടോ. 6 ഞാൻ കാണിച്ചു. 7 ഇത്. 8 ഇത് വരുന്നു. ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. 8 സിംഗിളാണോ ഡബിളാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. 9 ഇത്. ഒരു വയലറ്റ് ചേർന്നിട്ടുള്ളൊരു കളറാണ് വരുന്നത് കേട്ടോ. നമ്പർ 9. 10 വരുന്നത് ഇത്. 11. 12 ഒരു വയലറ്റ് ഷെയ്ഡ് ചേർന്നിട്ടുള്ളതാണ്. 12 ഇതിൻ്റെ അടിയിൽ നിന്ന് മുളകൾ വരുന്നുണ്ട് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് കളഞ്ഞിട്ട് ഫംഗിസൈഡ് കൊടുക്കണേ. ഇത് കണ്ടോ. ഇത് വരുന്നത് 13 ആണ് വരുന്നത്, 13. ഇത് 14. 14. ഇതൊരു 15 ആണ് വരുന്നത്. അതൊരു വയലറ്റ് ചേർന്നിട്ടുള്ളൊരു ഇതാണ് വരുന്നത്, 15. ഇത് വരുന്നത് 16 ആണ്. 16ൽ ചെറിയ ചെറിയ മുട്ടുകളെ കാണുന്നുള്ളൂ, എനിക്ക് കളർ അറിയാൻ പറ്റുന്നില്ല. 16 നല്ല പ്ലാന്റാണ്. 17 വരുന്നത് ഒരു ഡാർക്ക് വയലറ്റ്, ബ്ലാക്കും അല്ല, അതിൻ്റെ തണ്ട് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ബ്ലാക്കും അല്ല വയലറ്റും അല്ലാത്ത അങ്ങനത്തെ ഒരു, ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് വയലറ്റ്. 17 കേട്ടോ. 18 ഇതാണ് പ്ലാന്റ് വരുന്നത്. ഇങ്ങനെ 18. 19 വരുന്നത് ഇതാണ്. ഇങ്ങനെ വരുന്നത് കേട്ടോ. 19. ഇത് 20. 20 S20. ഇതൊരു വയലറ്റ് ആണ് കേട്ടോ വരുന്നത്. വയലറ്റ്, ഡാർക്ക് വയലറ്റാണ് വരുന്നത്. ഇനി വരുന്നത് 21 ആണ്. 21 ഇത് ഒരു വൈറ്റ് ചേർന്നിട്ടാണ് വരുന്നത്. സിംഗിളാണോ ഡബിളാണെന്ന് അറിയാൻ പറ്റുന്നില്ല, കാരണം കരിഞ്ഞിരിക്കണോണ്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഡബിളാണെന്നാണ് തോന്നുന്നത്. 21. ഇത് 22 വരുന്നത്. 22 വരുന്നത് നല്ലൊരു കളറാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 22. 23 വരുന്നത് ഇതാണ്. അത് നല്ലൊരു കളറാണ്. ഒരു ക്രീമും ഒരു വയലറ്റ് ഷെയ്ഡും കൂടെ ചേർന്നിട്ട് വരുന്നത് 23. 24 വരുന്നത് ഇതാണ് വരുന്നത്. പ്ലാന്റ് നല്ല പ്ലാന്റാണ്. ഒരു വയലറ്റ് ചേർന്നിട്ടുള്ളത്. സിംഗിൾ പെറ്റലാണെന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിൽ സിംഗിൾ പെറ്റലും വരുന്നുണ്ട്. സിംഗിൾ പെറ്റലാണെങ്കിൽ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ സിംഗിൾ പെറ്റലും വരുന്നത്.
ഇത് 25 ആണ് വരുന്നത്. ഇതിൻ്റെ മുത്തിൻ്റെ ഒരു ലാവൻഡറും എല്ലാം ചേർന്നിട്ടാണ് വരുന്നത്. 25 ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 25 ഇതാ ഇതാണ് സൈസ് വരുന്നത്. ഒന്നുകൂടി കൂടി എടുത്ത് കാണിക്കുകയാണ്. സൈസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാ നമുക്ക് ടോട്ടൽ ഇതാ ഇങ്ങനെ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പോട്ട് സഹിതം വരുമേ. അപ്പോൾ പോട്ട് മാറ്റുമ്പോൾ അതനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അതാ ഇങ്ങനെയാണ് പോട്ടിൽ വരുന്നത്. പോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് സൈസ് വരുന്നത്. ചിലവർ പറയുന്നത് കൊണ്ടാണ് ഞാനിത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 25. അപ്പോൾ ഇത്രയാണ് പ്ലാൻസുകളുള്ളത്. ഇതിപ്പോൾ കാണിച്ചത് എസ് എന്ന് തുടങ്ങുന്ന നമ്പറുകളാണ്. അത് സ്മോൾ സൈസാണ്. 150 ആണ് റേറ്റ് വരുന്നത്. താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. ഇന്നിപ്പോൾ മാക്സിമം അയക്കാൻ പറ്റുന്നത് ഇന്ന് അയക്കും. അല്ലെങ്കിൽ ഓർഡറുകൾ വേഗം വേഗം തരുവാണെങ്കിൽ ഇന്ന് അയക്കും. അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ പ്ലാൻസിലേക്ക്. ഇനിയിപ്പോൾ അവധിയൊക്കെ വരുമല്ലേ, അതുകൊണ്ട് നമ്മൾ മൺഡേ തുടങ്ങിയാണ് ഇനി അയക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. കാറ്റലോഗിൽ കണ്ടില്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഒത്തിരി വെറൈറ്റികൾ വന്നിട്ടുണ്ട്, വരുന്നുമുണ്ട്. ശനിയാഴ്ച പിന്നെ പുതിയ പ്ലാൻസുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി കാത്തിരിക്കുന്ന പുതിയ വെറൈറ്റി വരുന്നുണ്ട്. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു വീഡിയോയും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.